വെൽക്കം ടു സിനിമോസഫി. മനുഷ്യനിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന മാധ്യമമാണ് സിനിമ. ഒരാളുടെ കാഴ്ചപ്പാടുകളെയും ഫിലോസഫികളെയും മാറ്റിമറിക്കാൻ സിനിമയ്ക്ക് കഴിയും. ലോകമെമ്പാടും അനേകം രാജ്യങ്ങൾ സിനിമാ നിർമ്മാണത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിലും കാമ്പുള്ള സിനിമകൾ വളരെ കുറച്ചു രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പ്രധാനിയാണ് ഇറാൻ. കലാപരമായ സങ്കീർണത കൊണ്ടും മനുഷ്യത്വത്തിന് അവർ നൽകുന്ന പ്രാധാന്യം കൊണ്ടും ആഗോളതലത്തിൽ തന്നെ ഇറാനിയൻ സിനിമകൾക്ക് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നിറങ്ങുന്ന സിനിമകൾ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാന്റസികളാൽ സമ്പന്നമാണെങ്കിലും ഇറാനിയൻ സിനിമകൾ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിലേക്കും മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളുടെ സങ്കീർണതകളിലേക്കുമാണ് പ്രേക്ഷകരെ കൊണ്ടുപോകുന്നത്. എക്സ്ട്രീം ലോക്കലൈസ് ചെയ്താണ് ഇറാനിയൻ സിനിമകൾ കഥ പറയാറുള്ളതെങ്കിലും ലോകത്താകമാനമുള്ള മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഫീലിംഗ്സ് ആയിരിക്കും അവർ ആ സിനിമകളിലൂടെ കൺവേ ചെയ്യുക. ഇന്ന് ഇറാൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടത്തിനെതിരെ ജനം തെരുവിലാണ്. നിരവധി പേർ രക്തസാക്ഷികളായി. എന്നാലും പിന്മാറാതെ അവർ എപ്പോഴും പോരാട്ടത്തിലാണ്. ആ ജനങ്ങളുടെ കീഴൊതുങ്ങാൻ മനസ്സിലാത്ത പോരാട്ട വീര്യം പോലെ ശക്തമാണ് അവരുടെ സിനിമകളും. ഭരണകൂടം താഴിട്ടു പൂട്ടാൻ ഒരുപാട് ശ്രമിച്ചിട്ടും അതിൽ നിന്നെല്ലാം ക്രിയേറ്റീവായ കഥ പറച്ചിലിലൂടെ രക്ഷപ്പെട്ടു ലോക സിനിമാ ചരിത്രത്തിന്റെ നെറുകയിലെത്തിയ കഥയാണ് ഇറാനിയൻ സിനിമകൾക്ക് പറയാനുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇറാനിയൻ സിനിമകളെക്കുറിച്ചും അവരുടെ സിനിമാ ചരിത്രത്തെക്കുറിച്ചുമാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഇറാനിയൻ സിനിമകളുടെ ചരിത്രം ആരംഭിക്കുന്നത് 1900 മുതലാണ്. അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഖജാർ ഡൈനാസ്റ്റിയുടെ ഭരണാധികാരിയായിരുന്ന മുസാഫർ അൽ ദിൻ ഷാ ഒരിക്കൽ യൂറോപ്പ് സന്ദർശിക്കാൻ ഇടയായി. അവിടെ വെച്ച് അദ്ദേഹം ആദ്യമായി ഒരു സിനിമ കണ്ടു. അദ്ദേഹം കണ്ടത് ഒരു പൂർണ്ണ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അല്ല. എഡിറ്റിംഗോ മറ്റു സിനിമാ ടെക്നിക്കുകളോ ഇല്ലാത്ത സിനിമയുടെ ആദ്യ ഫേസിലുള്ള ചലിക്കുന്ന ചിത്രങ്ങളാണ് അദ്ദേഹം കണ്ടത്. തിരശീലയിലൂടെ ആളുകളും വാഹനങ്ങളും ചലിക്കുന്ന ആ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ മോഹിപ്പിച്ചു. തിരിച്ച് ഇറാനിലെത്തിയ അദ്ദേഹം കൊട്ടാരത്തിലെ ഫോട്ടോഗ്രാഫറായ ഇബ്രാഹിം ഖാനോട് ഗോമൗണ്ട് ക്യാമറ വാങ്ങാൻ ഉത്തരവിട്ടു. കോടതി പ്രവർത്തനങ്ങൾ ചിത്രീകരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മുസാഫർ ക്യാമറ വാങ്ങാൻ ഉത്തരവിട്ടത്. അങ്ങനെ 1900 ഇറാനിൽ ആദ്യത്തെ വീഡിയോ ക്യാമറ എത്തി. തുടർന്ന് ഡോക്യുമെന്ററി രൂപത്തിൽ കോടതിയുടെ പ്രവർത്തനങ്ങൾ ചിത്രീകരിച്ചു. 1904 ഇറാനിലെ ആദ്യത്തെ സിനിമാ തിയേറ്റർ ആരംഭിച്ചു. രാജ്യത്തെ ഉപരിവർഗത്തിന് മാത്രം പ്രവേശനമുള്ള ഒരിടമായിരുന്നു അന്ന് സിനിമാ തിയേറ്റർ. കോടതി പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്ററി രൂപത്തിലുള്ള വീഡിയോകളായിരുന്നു അവിടെ പ്രദർശിപ്പിച്ചത്. ചലിക്കുന്ന ചിത്രങ്ങൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് സമ്പന്നർ തിയേറ്ററിലേക്ക് ഒഴുകി. 1930 ഇറാനിൽ ആദ്യത്തെ ഫീച്ചർ ഫിലിം നിർമ്മിക്കപ്പെടുന്നത്. ഒവാനസ് ഒഹാനിയൻ സംവിധാനം ചെയ്ത ആബി ആൻഡ് റാബി എന്ന സിനിമയാണ് ഇറാനിലെ ആദ്യത്തെ നിശബ്ദ ചലച്ചിത്രം. 3 വർഷത്തിനു ശേഷം ഇറാനിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം പുറത്തിറങ്ങി. ഡോക്ടർ ഇ ലോർ അഥവാ ലോർ ഗേൾ എന്നറിയപ്പെടുന്ന സിനിമയാണ് ഇറാനിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം. ഈ സിനിമ സംവിധാനം ചെയ്തത് ഒരു ഇന്ത്യക്കാരനാണ്. ദാദാ സാഹേബ് ഫാൽക്കെയുടെ മാനേജറായിരുന്ന അർദേഷിർ ഇറാനിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ഒരുക്കിയത് ഇറാനിയൻ സിനിമയുടെ ആദ്യകാല അമരക്കാരൻ എന്നെല്ലാം പറയാവുന്ന അബ്ദുൽ ഹുസൈൻ സെമ്പാന്തയാണ്. ഈ സിനിമ വൻ വിജയമായിരുന്നു. ഏകദേശം 2 വർഷത്തോളം ഈ സിനിമ തിയേറ്ററിൽ നിറഞ്ഞോടി. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തോടെ സിനിമാ നിർമ്മാണം നിലച്ചു. പിന്നീട് സിനിമാ നിർമ്മാണം സജീവമായത് 1950കളിലാണ്. എന്നാൽ ഈ സമയത്ത് ഇറങ്ങിയതെല്ലാം പക്ക വാണിജ്യ സിനിമകളായിരുന്നു. ഹോളിവുഡ് ബോളിവുഡ് സിനിമകളുടെ വില കുറഞ്ഞ അനുകരണങ്ങളായിരുന്നു ഇക്കാലത്തിറങ്ങിയ സിനിമകൾ. ഫിലിം ഫാർസി എന്നാണ് ഇത്തരത്തിലുള്ള വാണിജ്യ സിനിമകൾ അറിയപ്പെട്ടത്. പിന്നീട് ഇറാനിയൻ സിനിമ അതിന്റെ കോർ കണ്ടെത്തുന്നത് 1960കളിലാണ്. ഇറാനിയൻ ന്യൂ വേവ് എന്നായിരുന്നു ഈ കാലഘട്ടത്തിലെ സിനിമകളും ആ മൂവ്മെന്റും അറിയപ്പെട്ടിരുന്നത്. സിനിമയ്ക്ക് മുൻപ് ഇറാനിലെ ജനകീയ കല കവിതകളായിരുന്നു. പെയിന്റിംഗ്സും ഫോട്ടോഗ്രാഫിയുമെല്ലാം സാധാരണ ജനങ്ങൾക്ക് വിലക്കപ്പെട്ട കലകളായിരുന്നു. രാജകൊട്ടാരങ്ങളിൽ മാത്രമായിരുന്നു പെയിന്റിംഗ്സ് പോലുള്ള വിഷ്വൽ ആർട്സ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരന്റെ കല സിനിമയ്ക്ക് മുൻപ് വരെ കവിതകളായിരുന്നു. നക്കലി എന്നറിയപ്പെടുന്ന സ്റ്റോറി ടെല്ലിങ്ങും സാധാരണക്കാർക്കിടയിൽ നിലനിന്നിരുന്നു. ആളുകൾ കൂടുന്ന കവലകളിൽ വെച്ച് ഉച്ചത്തിൽ കഥകൾ പറയുന്ന രീതിയാണ് നക്കലി. കവിതകളിലും കഥകളിലുമെല്ലാം പറഞ്ഞിരുന്നത് സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ വാണിജ്യ സിനിമകളുടെ വരവോടെ മറ്റു ജനകീയ കലകൾ ഇല്ലാതാവുന്നതോടൊപ്പം സാധാരണക്കാരോട് സംവദിക്കുന്ന കലകളും ഇല്ലാതായി. ഇതിനോടുള്ള പ്രതിഷേധം എന്ന രീതിയിലാണ് ഇറാനിയൻ ന്യൂ വേവ് ആരംഭിക്കുന്നത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും ഗ്രാമീണ ജീവിതത്തെയും പച്ചയായി ആവിഷ്കരിക്കുന്നതായിരുന്നു ഇറാനിയൻ ന്യൂ വേവ് സിനിമകൾ. ഇന്ന് നമ്മൾ കാണുന്ന ഇറാനിയൻ സിനിമകളുടെ തുടക്കം അവിടെ നിന്നായിരുന്നു. 1969 ഇറങ്ങിയ ഡാരിയുഷ് മെഹർജിയുടെ ദി കൗ എന്ന സിനിമയാണ് ഇറാനിയൻ ന്യൂ വേവ് സിനിമകളിലെ ആദ്യത്തെ സിനിമ. ദി കൗ എന്ന സിനിമ വെനീസ്, ബെർലിൻ തുടങ്ങിയ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവങ്ങളിൽ അവാർഡുകൾ വാരിക്കൂട്ടി. ഇറാനിയൻ സിനിമയെ ആഗോള സിനിമാ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ സിനിമയായിരുന്നു ദി കൗ. പിന്നീട് മസൂദ്
കിമിയയുടെ ഖൈസർ, ബെഹ്റാം ബൈസയുടെ ഡൗൺ പവർ തുടങ്ങിയ നിരവധി സിനിമകൾ ഇറാനി ന്യൂ വേവിന്റെ ഭാഗമായി പുറത്തിറങ്ങി. ഫസ്റ്റ് വേവിന്റെ അവസാനം 1979 ഇറാനിയൻ റവല്യൂഷനോടെയാണ്. ഈ വിപ്ലവം ഇറാൻ സിനിമാ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. വിപ്ലവ സമയത്ത് 180ഓളം സിനിമാ തിയേറ്ററുകൾ തീയിട്ട് നശിപ്പിക്കപ്പെട്ടു. വിപ്ലവാനന്തരം മതനേതാക്കന്മാർക്ക് അധികാരം വരികയും അവർ സിനിമയ്ക്ക് ഭാഗിക വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. സിനിമകൾ ധാർമ്മികത തകരാനും പാശ്ചാത്യ സ്വാധീനം വർദ്ധിക്കാനും കാരണമാകുമെന്നും മതനേതാക്കന്മാർ വിലയിരുത്തി. എന്നാൽ വിപ്ലവാനന്തരം ഇറാനിന്റെ ആത്മീയ നേതാവായി മാറിയ ആയത്തുള്ള ഖൊമൈനിക്ക് വ്യത്യസ്ത അഭിപ്രായമായിരുന്നു സിനിമയുടെ കാര്യത്തിൽ. ജനങ്ങളെ വിദ്യാഭ്യാസപരമായി ഉയർത്താനുള്ള മാധ്യമമാണ് സിനിമ എന്നായിരുന്നു ഖൊമൈനിയുടെ അഭിപ്രായം. കർശന സെൻസർഷിപ്പോടെ സിനിമകൾ നിർമ്മിക്കാമെന്ന് ഭരണാധികാരികൾ ഉത്തരവിറക്കി. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ശാരീരിക സമ്പർക്കം, വെസ്റ്റേൺ മ്യൂസിക്, വെസ്റ്റേൺ നൃത്തം എന്നിവ സിനിമകളിൽ ഉണ്ടാക്കാൻ പാടില്ലെന്ന് നിയമപരമായ ഉത്തരവിറക്കി. സ്ത്രീകളെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ ശിരോവസ്ത്രം നിർബന്ധമായും ധരിക്കണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. സെൻസർഷിപ്പ് കർശനമായതോടെ സംവിധായകർ തങ്ങളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ പരോക്ഷമായ വഴികൾ തേടി. അതോടെയാണ് ഇറാനിയൻ സിനിമാ ചരിത്രത്തിന്റെ സെക്കൻഡ് വേവ് ആരംഭിക്കുന്നത്. കുട്ടികളെ മുൻനിർത്തി കാമ്പുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്നതായിരുന്നു സംവിധായകർ കണ്ടെത്തിയ പ്രധാന മാർഗം. കുട്ടികൾ കഥാപാത്രങ്ങളാകുമ്പോൾ സെൻസർഷിപ്പിൽ കാര്യമായ ഇളവുകൾ ലഭിച്ചിരുന്നു. എന്തുകൊണ്ട് ഇറാനിൽ നിന്ന് മാത്രം കുട്ടികൾ കഥാപാത്രങ്ങളാകുന്ന മികച്ച സിനിമകൾ എന്ന സംശയം ഒരുപാട് കാലങ്ങളായി എനിക്കുണ്ടായിരുന്നു. ഈ വീഡിയോക്ക് വേണ്ടി റിസർച്ച് ചെയ്തപ്പോഴാണ് അതിനുള്ള ഉത്തരം കിട്ടിയത്. ഒരുപക്ഷെ കുട്ടികൾ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഏറ്റവും മികച്ച സിനിമകൾ ഇറാൻ സിനിമകളാകും. അബ്ബാസ് കിയാരോസ്തമിയുടെ വെർ ഈസ് ദി ഫ്രണ്ട്സ് ഹോം, മാജിദ് മജീദിയുടെ ചിൽഡ്രൻ ഓഫ് ഹെവൻ എന്ന സിനിമകളെല്ലാം ഇതിന്റെ ഉദാഹരണങ്ങളാണ്. അമീർ നദേരിയുടെ ദ റണ്ണർ, മജീദിയുടെ തന്നെ ദ കളർ ഓഫ് പാരഡൈസ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഈ കാലയളവിൽ ഇറങ്ങി. 1985 മുതൽ 2000 വരെയുള്ള കാലഘട്ടമാണ് ഇറാനിയൻ സിനിമയുടെ സെക്കൻഡ് വേവ് എന്നറിയപ്പെടുന്നത്. ഇന്ന് ഇറാൻ സിനിമ എത്തി നിൽക്കുന്ന ഇടത്തേക്ക് വഴി നയിച്ച നിരവധി പ്രതിഭകൾക്ക് ജന്മം നൽകിയ കാലഘട്ടം കൂടിയാണ് സെക്കൻഡ് വേവ്. ജാഫർ പനാഹി, അബ്ബാസ് കിയാരോസ്തമി, മാജിദ് മജീദി, അമീർ നദേരി, മോഹ്സിൻ മഖ്മൽബഫ്, സമീറ മഖ്മൽബഫ്, രക്ഷാൻ ബാനിത് മാദ് തുടങ്ങി നിരവധി പ്രതിഭകളെ ഇറാനിയൻ സെക്കൻഡ് വേവ് ലോകത്തിന് സംഭാവന ചെയ്തു. ജാഫർ പനാഹിയെക്കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. ഇറാനിയൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാണ് അബ്ബാസ് കിയാരോസ്തമി. അദ്ദേഹം ആരാണ്, എന്താണ് എന്നെല്ലാം അറിയണമെങ്കിൽ ടേസ്റ്റ് ഓഫ് ചെറി എന്ന ഒറ്റ സിനിമ തന്നെ ധാരാളമാണ്. ആ ഒരൊറ്റ സിനിമ മാത്രമാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ചെയ്തിട്ടുള്ളൂ എന്ന് സങ്കല്പിച്ചാൽ പോലും ഇന്ന് അദ്ദേഹം അറിയപ്പെടുന്ന അതേ രീതിയിൽ അപ്പോഴും അറിയപ്പെടും. അത്രയും മികച്ച സിനിമയാണ് ടേസ്റ്റ് ഓഫ് ചെറി. ടേസ്റ്റ് ഓഫ് ചെറിയെ ഒറ്റ വാചകത്തിൽ ഒതുക്കാൻ പറയുകയാണെങ്കിൽ കവിതയേക്കാൾ കവിത്വമുള്ള സിനിമ എന്നാണ് ഞാൻ പറയുക. എന്നാൽ അദ്ദേഹത്തിന്റെ ബാക്കി എല്ലാ സിനിമകളും ഇത്ര തന്നെ മികച്ച സിനിമയാണ് എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. ക്ലോസ് അപ്പ്, ദ വിൻ വിൽ കാരിയസ് തുടങ്ങി എല്ലാ സിനിമകളും മികച്ച സിനിമകളാണ്. ഡോക്യുമെന്ററിയും ഫിക്ഷനും തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ക്കുന്ന ശൈലിയാണ് അബ്ബാസ് എല്ലാ സിനിമകളിലും പിന്തുടർന്നത്. വിപ്ലവാനന്തര ഇറാനിലെ മറ്റൊരു പ്രമുഖ സംവിധായകനാണ് അമീർ നദേരി. അദ്ദേഹത്തിന്റെ 1985 ഇറങ്ങിയ ദി റണ്ണർ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ആദ്യത്തെ വിപ്ലവാനന്തര ഇറാനിയൻ സിനിമയാണ്. അമീർ നദേരിയുടെ തന്നെ കുട്ടിക്കാല ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. അമിയോ എന്ന ബാലനാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം. ദാരിദ്ര്യത്തിൽ കഴിയുന്ന അമിയോ അതിജീവനത്തിനായി നടത്തുന്ന പോരാട്ടത്തിന്റെ കഥയാണിത്. അറിവും വിദ്യാഭ്യാസവുമാണ് ദാരിദ്ര്യത്തിന് എതിരായ ഏറ്റവും വലിയ ആയുധമെന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുന്നു. നദേരി പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറുകയും ശ്രദ്ധേയമായ സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ സിനിമ എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന പേരാണ് അസ്കർ ഫർഹാദി. ആധുനിക ഇറാനിയൻ സിനിമയെ ലോകവേദിയിൽ സജീവമായി നിർത്തുന്ന സംവിധായകനാണ് അസ്കർ ഫർഹാദി. എ സെപ്പറേഷൻ, ദി സെയിൽസ്മാൻ എന്നീ ചിത്രങ്ങൾക്ക് അദ്ദേഹത്തിന് 2 തവണ ഓസ്കാർ പുരസ്കാരം ലഭിച്ചു. സാധാരണക്കാരായ മനുഷ്യർ നേരിടുന്ന ധാർമ്മികമായ ആശയക്കുഴപ്പങ്ങളെയും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളെയും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതയെയും കൈയടക്കത്തോടെ അദ്ദേഹം തിരശ്ശീലയിലെത്തിച്ചു. ഫർഹാദിയെക്കുറിച്ചും നമ്മൾ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് മുകളിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. ജാഫർ പനാഹിയെപ്പോലെ ഭരണകൂട വിലക്കുകൾ നേരിടേണ്ടി വന്ന സംവിധായകനാണ് മുഹമ്മദ് റസുലോഫ്. റസുലോഫിന്റെ ദെയർ ഈസ് നോ എവിൾ എന്ന സിനിമ ഇറാനിലെ വധശിക്ഷാ നിയമങ്ങളെ കർശനമായി വിമർശിക്കുന്ന സിനിമയാണ്. കടുത്ത ഭരണകൂട നിയന്ത്രണങ്ങളിലും ക്രിയേറ്റീവായ കഥ പറച്ചിലിലൂടെ പോരാട്ടം തുടരുകയാണ് റസുലോഫും പനാഹിയും. ഇറാനിയൻ സിനിമകൾ വെറും
വിനോദോപാധി മാത്രമല്ല, ഒരു മെഡിറ്റേഷൻ പോലെ ഒരു തെറാപ്പിയാണ് ഓരോ ഇറാനിയൻ സിനിമകളും. പേർഷ്യൻ കവികളായ റൂമി, ഹാഫിസ്, സഹദി തുടങ്ങിയവരുടെ ആത്മീയ ആശയങ്ങൾ പല സിനിമകളിലും നമുക്ക് കാണാനാകും. കിയാറോസ്തമിയുടെ സിനിമകളിൽ സൂഫി ആശയങ്ങളും മിസ്റ്റിക് കാഴ്ചപ്പാടുകളും കാണാവുന്നതാണ്. ഇറാനിയൻ സിനിമ ഒരു കണ്ണാടിയാണ്. സമൂഹത്തിലെ സംഘർഷങ്ങളെയും വേദനകളെയും പ്രതീക്ഷകളെയും കൃത്യമായി ആ കണ്ണാടി പ്രതിഫലിപ്പിക്കുന്നു. ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് പുതിയൊരു ഉൾക്കാഴ്ച ലഭിക്കുന്നു. ജീവിതത്തെ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാൻ അത് നമ്മെ സഹായിക്കുന്നു. ഓരോ ഇറാനിയൻ സിനിമയും ഒരു മെഡിറ്റേഷനാണ്. ഇറാനിയൻ സിനിമയെക്കുറിച്ച് ഇനിയും ഒരുപാട് പറയാനുണ്ട്, പിന്നീടാവാം. തൽക്കാലത്തേക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഇറാനിയൻ സിനിമകളെക്കുറിച്ചും ഈ വീഡിയോയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.